പ്രതിസന്ധിയിലായി പറവൂർ നഗരസഭയിലെ വയോജനങ്ങൾ 9 മാസത്തിലേറെയായി പറവൂരിലെ സഞ്ചരിക്കുന്ന ആശുപത്രിയുടെ പ്രവർത്തനം നിലച്ചിട്ട് താലൂക്ക് ആശുപത്രിയിലേക്ക് എത്താൻ പ്രയാസം അനുഭവിക്കുന്നവർക്കും വാർദ്ധക്യം ബാധിച്ചവർക്കും വേണ്ടി പ്രവർത്തനം ആരംഭിച്ച സഞ്ചരിക്കുന്ന ആശുപത്രി എത്രയും പെട്ടെന്ന് പുനരാരംഭിക്കണമെന്നാണ് പറവൂരിലെ വയോജനങ്ങളുടെ ആവശ്യം. എറണാകുളം പറവൂർ നഗരസഭയുടെ സഞ്ചരിക്കുന്ന ആശുപത്രിയുടെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചപ്പോൾ പ്രതിസന്ധിയിലായത് അവിടുത്തെ വയോജനങ്ങളാണ്. താലൂക്ക് ആശുപത്രിയിലേക്ക് എത്താൻ വാർദ്ധക്യം ബാധിച്ചവർക്കും പ്രയാസം അനുഭവിക്കുന്നവർക്കും വേണ്ടിയാണ് സഞ്ചരിക്കുന്ന ആശുപത്രിയുടെ പ്രവർത്തനം നഗരസഭ തുടങ്ങിയത്. ആശുപത്രി ആരംഭിച്ചപ്പോൾ ഡോക്ടറുടെ സേവനം വാഹനത്തിൽ ലഭ്യമായിരുന്നു. എന്നാൽ പിന്നീട് സഞ്ചരിക്കുന്ന ആശുപത്രിയുടെ ബസ്സിൽ ഡോക്ടറിന്റെ സേവനം നിലച്ചു. വൈകാതെ ആശുപത്രി പ്രവർത്തിച്ചിരുന്ന ബസ്സിന് ഫിറ്റ്നസും നഷ്ടപ്പെട്ടു. പല കൗൺസിലുകളിൽ സഞ്ചരിക്കുന്ന ആശുപത്രിയുടെ പ്രവർത്തനം പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് അതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിൽ നഗരസഭയ്ക്ക് ഭരണ നേതൃത്വം കൊടുക്കുന്ന ഭരണകക്ഷി ചെയർപേഴ്സൺ അടക്കമുള്ള ആളുകൾ ആ വിഷയത്തിൽ പരിപൂർണ പരാജയമായിരുന്നു. നമ്മൾ സഞ്ചരിക്കുന്ന ആശുപത്രി പ്രവർത്തനക്ഷമമായിരുന്നെങ്കിൽ ഈ നഗരത്തിന്റെ എല്ലാ ഉൾപ്രദേശങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുമായിരുന്നു. ആ പനി ബാധിതർക്കും അതിന്റെ പകർച്ച തടയുന്നതിനുമൊക്കെ കൃത്യതയോടുകൂടി സമയബന്ധിതമായി രോഗികളെ പരിചരിച്ച് മരുന്ന് നൽകിയിരുന്നെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഈ പറവൂർ നഗരസഭാ പരിധിയിൽ പനി ബാധിതരുടെ എണ്ണം കുറയ്ക്കാൻ കഴിയുമായിരുന്നു. തുടർന്ന് നഗരസഭയുടെ സഞ്ചരിക്കുന്ന ആശുപത്രിയുടെ ബസിന്റെ പ്രവർത്തനവും നിലച്ചു. പിന്നീട് ബസ്സിന് ഫിറ്റ്നസ് ഇല്ലാത്തതിനാൽ നഗരസഭയുടെ ചെറിയ വാഹനത്തിലായിരുന്നു സഞ്ചരിക്കുന്ന ആശുപത്രിയുടെ പ്രവർത്തനം. വാഹനത്തിൽ ഡോക്ടർ ഇല്ലാത്തതിനാൽ രോഗികൾ കുറിപ്പടിയുമായി എത്തുമ്പോൾ മരുന്ന് വിതരണമാണ് നടന്നു വന്നിരുന്നത്. എന്നാൽ കഴിഞ്ഞ 9 മാസത്തിലേറെയായി ഈ ഒരു പ്രവർത്തനവും പൂർണ്ണമായും നിലച്ച അവസ്ഥയിലാണ്. ഡോക്ടർ അടക്കമുള്ള സഞ്ചരിക്കുന്ന ആശുപത്രിയുടെ പ്രവർത്തനം എത്രയും വേഗം പുനരാരംഭിക്കണമെന്നാണ് വയോജനങ്ങളായ രോഗികളുടെ ആവശ്യം. ഡോക്ടർ അകത്തും മഴയും വെയിലും കൊണ്ട് ഞങ്ങൾ നിൽക്കണം. അതിനൊരു പരിഹാരം വേണമെന്ന് പറഞ്ഞപ്പോൾ ഈ കെട്ടിടം നന്നാക്കണ കാര്യം പറഞ്ഞു. കെട്ടിടത്തിന്റെ അകത്ത് ഇവർ കയറൂല ഡോക്ടർമാര് നേഴ്സും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇടിഞ്ഞൊളിഞ്ഞ് കഴിക്കുന്ന പറയണം. വാർക്കൊക്കെ പൊളിഞ്ഞു വീഴുന്നുണ്ട്. അതിനകത്ത് ജീവന് സുരക്ഷിതമില്ലെന്നാണ്. ഇത് നന്നാക്കാൻ മുനിസിപ്പാലിറ്റി പറഞ്ഞപ്പോൾ മുനിസിപ്പാലിറ്റി പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫണ്ടില്ലെന്ന്. കെട്ടിടം നന്നാക്കാൻ ഇപ്പൊ 5-8 മാസമായിട്ട് വണ്ടിയെ അവനില്ല. ഇപ്പൊ അവര് വരാൻ പാടില്ല. ഞങ്ങള് മഴയും കൊണ്ട് വെയിലും കൊണ്ട് ഈ ചില്ലിങ്ങനെ ഡോറ് വന്നിട്ട് ഞങ്ങളെ വിളിക്കും. അപ്പൊ ഡോക്ടർ ആരില്ല, പരിശോധനയൊന്നുമില്ല. പനി കിട്ടണമെങ്കിൽ മരുന്നില്ല. ഇല്ലെങ്കിൽ നമ്മള് ചെല്ലവര് പറയുമ്പോ പോയിക്കോ ഡോക്ടർ വെച്ചേണ്ടത്. അപ്പൊ ഡോക്ടർ അടുത്തോന്ന് പറയുന്നത് അടുത്തോന്നത് എത്ര മാസമായി? 9 മാസമായി. ന്യൂസ് ബ്യൂറോ പറവൂർ. ആദ്യ കാഴ്ചയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ്. 250 മില്ലി മുതലുള്ള കുട്ടിവളകൾ, 1.5 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, 2 ഗ്രാം മുതലുള്ള വലിയ വളകൾ. അലീന ഗോൾഡൻ ഡയമണ്ട്സ്.